ലെനോവോയുടെ ലെനോവോ ലീജിയൻ Y700 2024 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ലീജിയൻ Y700 2024 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 8.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2560x1600 ആണ്. അപ്പോൾ തിരക്കില്ലാത്ത റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടാബ്ലറ്റ് ഏകദേശം 34,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ടാബിൽ അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടി നന്നായനെ എന്നുള്ളൂ. പക്ഷേ LCD ഡിസ്പ്ലേ എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. അപ്പം LCD പാനൽ എന്നുള്ളത് ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. 165 Hz റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. വളരെ കൂടിയ റീഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 350 gram ആണ്. തിക്നെസ് വരുന്നത് 7.79 mm ആണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ആ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇത് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ടാബിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ടാബിൽ ഈ ഒരു പ്രോസസ്സർ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. മികച്ച പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാബ് പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ വരുന്നത് 10,004 mm² ആണ്. പിന്നെ ഡ്യുവൽ എക്സ്-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 14 ബേസ് ZUI സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 13 MP ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് ടാബിൻ്റെ പിന്നിൽ വരുന്നത്. പിന്നെ ടാബിൻ്റെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. ഇപ്പോൾ ഫോണുകളുടെ ഒക്കെ കാര്യത്തിലാണ് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ടാബ് എന്നുള്ളത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6550 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ടാബുകളുടെ കാര്യത്തിൽ അത്ര മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ആണ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. 68 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ് ടാബുകളുടെ കാര്യത്തിൽ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2899 yuan എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 34,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കി ഫീച്ചേഴ്സ് തിരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതും പറയാവുന്നതാണ്. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും ബാറ്ററി സെറ്റപ്പും വലിയ തിരക്കേടില്ല എന്ന് പറയാം. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ടാബിൻ്റെ പ്രോസസ്സറാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ടാബാണ് ഇത് എന്ന് പറയാവുന്നതാണ്. ബാക്കി തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. എസ്പെഷ്യലി ഇതിൻ്റെ പ്രോസസ്സർ. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോഴേ ലോഞ്ച് ചെയ്യുള്ളൂ. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വേറെ പേരിലായിട്ടും ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ടാബിൻ്റെ വില എത്തിയേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ലെനോവോയുടെ ലെനോവോ ലീജിയൻ Y700 2024 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.